തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം. തൃശൂർ സിറ്റി ACPക്കാണ് അന്വേഷണ ചുമതല. മുൻ MLA അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിവരങ്ങളുമായി വിനയ ചേരുന്നു. വിനയ, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ മുൻ MLA അനിൽ അക്കര പോലീസിന് പരാതി നൽകിയിരിക്കുന്നു. അതേസമയം സുരേഷ് ഗോപിയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു. രാമനിലയത്തിൽ നിന്നും സുരേഷ് ഗോപി വരുമ്പോൾ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന പ്രശ്നത്തിലാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? എന്തായാലും എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു രാമനിലയത്തിൽ നിന്നും മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഈ അപമര്യാദയെ പെരുമാറിയത് കാണിച്ചാണ് മുൻ MLA, കോൺഗ്രസ് നേതാവും മുൻ MLAയുമായിട്ടുള്ള അനിൽ അക്കരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. തൃശൂർ കമ്മീഷണർക്കായിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ പരാതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഈ ഭാരതീയ ന്യായ സംഹിത ആക്ട് പ്രകാരവും കൂടാതെ ഈ പോലീസ് ആക്ട് അനുസരിച്ചും കുറ്റകരമാണ്. കൂടാതെ തന്നെ ഈ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി സർക്കാർ നിലയത്തിൽ വെച്ച് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്തത് സത്യപ്രതിജ്ഞ ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അനിൽ അക്കരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. വിനയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയ മുൻ MLA അനിൽ അക്കരെ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അനിൽ അക്കരെ, താങ്കൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന പ്രശ്നത്തിലായിരുന്നു താങ്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം സുരേഷ് ഗോപിയും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിന്മേൽ ഇപ്പോൾ പോലീസ് നടപടി എടുത്തു തുടങ്ങിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ വഴി തടസ്സപ്പെടുത്തിയെന്നും സുരക്ഷ ഒരുക്കി ഗൺമാനെ തടഞ്ഞുവെന്നുമായിരുന്നു സുരേഷ് ഗോപി പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പരാതിന്മേൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് കേരള സമൂഹം, ലോകം മുഴുവൻ ആളുകളും ഇന്നലെ ഈ സംഭവം കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ മാധ്യമങ്ങളിലും കണ്ടതാണ്. സുരേഷ് ഗോപി ചോദിക്കുന്നതും അതിനുശേഷം ആ ചോദ്യത്തിൽ സുരേഷ് ഗോപി പറയുന്ന മറുപടി, ഇത് നിങ്ങൾ തീറ്റുകയാണ്, നിങ്ങൾ തിന്നോ. വളരെ പ്രാകൃതമായ രീതിയിൽ വളരെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ, കേരള പ്രവർത്തകരെ മാത്രമല്ല മാധ്യമ ലോകത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അതാണ് ഏറ്റവും ഗൗരവമായത്. പിന്നീട് സുരേഷ് ഗോപി നടന്നു വരുമ്പോൾ മാധ്യമം അദ്ദേഹത്തിന്റെ പിന്നിലാണ് വരുന്നത്. അതിനുശേഷം ഈ കാറിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് സുരേഷ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പർപ്പസ്ഫുള്ളി ആക്ഷനുകൾ വളരെ ശക്തിയായി തള്ളി മാറ്റുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കാണുന്നത്. അവിടെ എങ്ങനെയാണ് പിന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ വഴി തടയുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ തടയുന്ന ആൾ കണ്ടില്ല. അധികം കാറിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. അത് സുരേഷ് ഗോപിയുടെ പരാതി രാജമാണ്. അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ അപകടിക്കുന്നതാണ്. പക്ഷെ ഇവിടെ അല്ലല്ലോ. ഇവിടെ BNS അനുസരിച്ചും പോലീസ് ആക്ട് അനുസരിച്ചും ഒരു ആളെ അകാരണമായി കായികമായി നേരിടുന്നത്, അവരെ പൊതുമധ്യത്തിൽ വെച്ച് അവഹേളിക്കുന്നത്. ഇന്നലെയായിരുന്നു താങ്കൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയത്. ആ പരാതിന്മേൽ പോലീസ് ഇതുവരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? എന്നോട് എന്റെ സമയം ചോദിച്ചു. നാളെ കളക്ടറേറ്റ് മുന്നിൽ KPCC കൂട്ടായ്മയുണ്ട്. ശേഷം ഞാൻ ACP ഓഫീസിൽ ചെന്ന് മൊഴി കൊടുക്കും നാളെ 11 മണിക്ക്. ശ്രീ അനിൽ അക്കരെ, ഇപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ സിനിമാ രംഗത്തുള്ളവരുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. അതായത് സുരേഷ് ഗോപിക്കുള്ളിൽ ഇപ്പോഴും ഒരു നടനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഇപ്പോഴും ആ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അതാണ് പലപ്പോഴും ഇതിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ട്രിഗറിംഗ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു നയപരമായിട്ടുള്ളൊരു സമീപനം അതിപ്പോഴും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഒരു നടനാണ്. രാഷ്ട്രീയക്കാരൻ്റെ ഒരു നയസമീപനത്തിലേക്ക് അദ്ദേഹം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് സിനിമാ രംഗത്തുള്ള പല പ്രമുഖരും ഈ വിഷയത്തോട് പ്രതികരിച്ചത്. എന്താണ് താങ്കൾക്ക് ഇതിനോടുള്ള അഭിപ്രായം? അതിൽ ഒരു മറുപടി പറയുക എന്നുള്ളത് വളരെ ബാലിശവും മോശമാണ്. ഡ്രാക്കുളയായി അഭിനയിച്ച നടൻ, അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഡ്രാക്കുള ഓർമ്മ വന്ന് നമ്മുടെയൊക്കെ രക്തം കുറ്റിപ്പിടുന്ന മാറിയാണെങ്കിൽ നമുക്ക് ഈ സിനിമാ നടന്മാരെ കാണുമ്പോൾ ഓടേണ്ടി വരുമല്ലോ. അതൊക്കെ വളരെ ബാലിശ്യമായ കാര്യങ്ങളാണ്. ഇവിടെ അതല്ലല്ലോ. ഞാൻ MLA സസ്പെൻഡ് ചെയ്തതാണ്.
നമ്മൾ ഭരണഘടനയോട്ട് സത്യം ചെയ്യാൻ സ്വജനപക്ഷപാതരഹിതമായി ഭയമില്ലാതെ നിർഭയമായി ഈ സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റായ മാധ്യമങ്ങളെ അവരെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും അവരുമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിന് പകരം അതിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന നേരത്ത് പിന്നെ ഒരു നടനുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇപ്പൊ ലങ്ക സിനിമയിൽ പിന്നെ അഭിനയിച്ച സുരേഷ് ഗോപിയുടെ കഥാപാത്രമായി മാറിയുള്ള അവസ്ഥ എന്താണ്? അതൊന്നും അതല്ല മറുപടി. സുരേഷ് ഗോപിക്ക് വേണ്ടി കേരളത്തിലെ സിനിമ മാപ്പുകയാണ് വേണ്ടത്. ശ്രീ അനിലക്കരെ, ഇപ്പോൾ ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയനായ മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പ്രതികരണം എടുത്തതാണ്. എന്നാൽ വീണ്ടും രാമനിലയത്തിൽ പോയി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണം എടുക്കാൻ പോയി. അതിൽ അരിശം പൂണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിച്ചതെന്നും മാത്രമല്ല മാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള ചില പരിധികൾ വിടുന്നുവെന്നുമായിരുന്നു കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അല്ല, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാനെറ്റ് ഉൾപ്പെട്ട മാധ്യമങ്ങളാണ്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും മന്ത്രി ഗവൺമെന്റിലെ മന്ത്രിയുമായിരുന്നു. അപ്പൊ ഇതിനകത്ത് അങ്ങനെ മാധ്യമ പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണം, എവിടെ സംസാരിക്കണം, അത് BJPയുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതല്ല. സർവസ്വതന്ത്രമായി കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യ ഭരണഘടനയിൽ നൽകിയിട്ടുണ്ട്. അതാണ് ഈ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വളരെ നന്ദി ശ്രീ അനിലക്കരെ, താങ്കളുടെ പ്രതികരണം അറിയിച്ചതിന്. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻ MLA അനിലക്കരയാണ് ഇപ്പോൾ ഈ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേസമയം ഈ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത വിഷയത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. തന്റെ വഴി തടഞ്ഞുവെന്നും മാത്രമല്ല ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും മാധ്യമപ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപി നൽകിയ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ